ഹായ് ഓൾ. ഇന്ന് നമ്മൾ CSIR നെറ്റിൻ്റെയും അതുപോലെ തന്നെ ഗേറ്റിൻ്റെയും ജനറൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ പാർട്ട് 2 ഒരു കോമൺ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. റാങ്കിങ് ആൻഡ് ഓർഡറിങ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് കൺസെപ്റ്റുകളൊന്നും പഠിക്കേണ്ടതായിട്ടില്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതോടെ നമുക്ക് ഇതെങ്ങനെയാണെന്ന് മനസ്സിലാകും. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് CSIRൻ്റെയും ഗേറ്റിൻ്റെയും നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ ആ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തതിന് ശേഷം തനിയെ അതൊന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതിനകത്ത് ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വൈൽ എൻട്രിങ് ഇൻ ടു ദ ട്രെയിൻ അനിൽ വാസ് എഹെഡ് ഓഫ് ശ്യാം, ഹു വാസ് എഹെഡ് ഓഫ് കിരൺ. അനിൽ വാസ് ബിഹൈൻഡ് ശ്വേത. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് എൻട്രി ഇൻ ടു ദ ട്രെയിൻ. അപ്പോൾ ഒരു ട്രെയിനിലേക്ക് എൻട്രി ആവാൻ പോകുന്നതിൻ്റെ കറക്റ്റ് ഓർഡറാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ മിസ് പെട്ടെന്ന് പറയാം, നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്തേ. വൈൽ എൻട്രിങ് ഇൻ ടു ദ ട്രെയിൻ അനിൽ വാസ് എഹെഡ് ഓഫ് ശ്യാം. എഹെഡ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ മുമ്പേ എന്നുള്ള അർത്ഥമാണ്. അനിൽ വാസ് എഹെഡ് ഓഫ് ശ്യാം എന്ന് വെച്ചാൽ ശ്യാം ഇവിടെയാണെങ്കിൽ ശ്യാമിൻ്റെ മുന്നേ അനിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹൂ വാസ് എഹെഡ് ഓഫ് കിരൺ. ഇതാരെ പറ്റിയാണ് പറയുന്നത്? ഹൂ വാസ്, ഈ ഹൂ എന്ന് ഉദ്ദേശിക്കുന്ന ശ്യാമിനെയാണ്. ശ്യാമിൻ്റെ കാര്യം പറഞ്ഞ് നിർത്തിയിട്ടാണല്ലോ ഹൂ വാസ്. അപ്പോൾ ശ്യാം എന്താണ്? ഹൂ വാസ് എഹെഡ് ഓഫ് കിരൺ എന്ന് വെച്ചാൽ ശ്യാം ആരുടെ മുമ്പെയാണ്? കിരണിൻ്റെ മുമ്പേ. അപ്പോൾ അനിൽ ശ്യാമിൻ്റെ മുമ്പേ, ശ്യാം കിരണിൻ്റെ മുമ്പേ ആണ്. അനിൽ വാസ് ബിഹൈൻഡ് ശ്വേത. ഇനി അനിൽ ആരുടെ പുറകെയാണ്? ശ്വേതയുടെ പുറകെയാണ്. അപ്പോൾ എങ്ങനെ വരും? ശ്വേത, അനിൽ, പിന്നെ ശ്യാം, കിരൺ. മനസ്സിലായോ? തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇരുന്നൊന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. ഈ ഒരു വാക്ക് മാത്രമേ ഓർത്താൽ മതി. എഹെഡ് എന്ന് വെച്ചാൽ മുമ്പേ. ഒന്നുകൂടെ മിസ് പറയാം. ഒരു ട്രെയിനിലേക്ക് പോകുമ്പോൾ അനിൽ ശ്യാമിന് മുമ്പെയാണ്. അപ്പോൾ ശ്യാം ഇവിടെ ആണെങ്കിൽ ശ്യാമിന് മുന്നെയാണ് അനിൽ. ഇനിയും ശ്യാമിൻ്റെ കാര്യമാണ് പറയുന്നത്. ഹു വാസ് എഹെഡ് ഓഫ് കിരൺ, അതായത് കിരണിന് മുന്നെയാണ് ശ്യാമിന് മുന്നെയാണ് അനിൽ. ഇനിയും അനിലിന് തൊട്ട് മുന്നേ അല്ലെങ്കിൽ ബിഹൈൻഡ്, അനിലിൻ്റെ തൊട്ട് പുറകെ അല്ലെങ്കിൽ അനിലിന് ബിഹൈൻഡായിട്ട് ശ്വേതയുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം ട്രെയിനിലേക്ക് ആദ്യം കയറുന്നത് ശ്വേത, പിന്നെ അനിൽ, പിന്നെ ശ്യാം, പിന്നെ കിരൺ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ശ്വേത, അനിൽ, ശ്യാം ആൻഡ് കിരൺ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 4 ഫ്രണ്ട്സ് ഷെയറിങ് എ പിസ്സ. അതായത് 4 ഫ്രണ്ട്സ് ഒരു പിസ്സ ഷെയർ ചെയ്യുവാണ്. ഇത് നമ്മുടെ പിസ്സയാണ്. അപ്പോൾ 4 ഫ്രണ്ട്സ് എന്ത് ചെയ്യുന്നു? പിസ്സ ഷെയർ ചെയ്യുന്നു. ആൻഡ് ദേ ഡിസൈഡഡ് ദാറ്റ് ദ ഓൾഡസ്റ്റ് ഫ്രണ്ട് വിൽ ഗെറ്റ് ആൻ എക്സ്ട്രാ പീസ് ഓഫ് പിസ്സ. എന്നിട്ട് ആ 4 ഫ്രണ്ട്സ് കൂടെ തീരുമാനിച്ചു ഓൾഡസ്റ്റ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ കൂട്ടത്തിൽ പ്രായമായിട്ടെന്ന് വെച്ചാൽ അവരുടെ കൂട്ടത്തിൽ കുറച്ച് മുതിർന്ന ആൾക്ക് എക്സ്ട്രാ പീസ് ഓഫ് പിസ്സ തരാമെന്ന് തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബാഹു എന്ന് പറയുന്നത് 2 months ഓൾഡർ ദാൻ കട്ടപ്പ. അപ്പോൾ ബാഹു 2 months ഓൾഡർ ദാൻ കട്ടപ്പ എന്ന് വെച്ചാൽ ബാഹുവാണ് കട്ടപ്പയെക്കാട്ടിലും 2 മാസത്തിൽ മുതിർന്ന ആൾ. ഇനി ഹൂ ഇൻ ടേൺ, കണ്ടോ ഇവിടെ ഹൂ എന്ന് പറയുമ്പം ബാഹുവിനെയാണോ കട്ടപ്പയാണോ എന്ന് ഡൗട്ട് അടിക്കരുത്. ആരുടെ കാര്യം പറഞ്ഞ് അവസാനിച്ചത്? കട്ടപ്പയുടെ. അപ്പം കട്ടപ്പ. അപ്പോൾ ഹൂ ഇൻ ടേൺ ഈസ് 3 months യങ്ങർ ദാൻ ബാല എന്ന് വെച്ചാൽ കട്ടപ്പയുടെ കാര്യമാണ് പറയുന്നത്, ബെല്ല. ഓക്കെ, അപ്പം ഹൂ ഇൻ ടേൺ ഈസ് 3 months. ഇനി കട്ടപ്പയുടെ കാര്യം എന്താ പറയുന്നത്? കട്ടപ്പയെക്കാട്ടിലും 3 മാസത്തിന് ഓൾഡറാണ് ആര്? ബെല്ല. അപ്പോൾ ഇവിടെ നോക്കിയേ, ബാഹു എന്ന് പറയുന്നത് കട്ടപ്പയെക്കാട്ടിലും 2 months ആയിരുന്നു. പക്ഷെ കട്ടപ്പയെക്കാട്ടിലും 3 months ഓൾഡറാണ് ബെല്ല. ഓക്കെ, ഒന്നുകൂടെ നീറ്റായിട്ട് എഴുതാം. സൈസ് കുറയ്ക്കാം അല്ലേ? ഓക്കെ, നോക്കിക്കോളൂ. ബാഹു, കട്ടപ്പയെക്കാട്ടിലും 2 മാസത്തേന് മുതിർന്ന ആളാണ് ബാഹു. ഓക്കെ, ഇനി കട്ടപ്പയെക്കാട്ടിലും 3 മാസത്തേന് മുതിർന്ന ആളാണ് ബെല്ല. ഓക്കെ,
ഇനി എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ദേവസേന ഈസ് 1 month ഓൾഡർ ദാൻ. ഇനി കട്ടപ്പയെക്കാട്ടിലും 1 മാസം മാത്രം ഓൾഡറാണ് ദേവസേന. 1 മാസം, 1 month. അപ്പം ബാഹു 2 മാസം, ബെല്ല 3 മാസം, ദേവസേന 1 മാസം ഓൾഡർ. അങ്ങനെയാണെങ്കിൽ ഹൂ ഷുഡ് ഗെറ്റ് ദ എക്സ്ട്രാ പീസ് ഓഫ് ദ പിസ്സ? കണ്ടീഷൻ എന്തായിരുന്നു? ഇവരുടെ കൂട്ടത്തിൽ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് എക്സ്ട്രാ പിസ്സ കിട്ടും. ഇവരുടെ കൂട്ടത്തിൽ ഓൾഡസ്റ്റ് ആരാണെന്ന് നോക്കൂ, ബെല്ലയാണ് ഓൾഡസ്റ്റ്. മനസ്സിലായോ? അപ്പോൾ ബെല്ലയ്ക്ക് കിട്ടും. ഇത് ഡിസംബർ 2018 CSIRൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അറ്റ് ദാറ്റ് ടൈം എനിക്ക് തോന്നുന്നു ബാഹുബലി അറ്റ് ദാറ്റ് ടൈം ഫേമസ് ആയിരുന്ന സമയമായിരിക്കാം. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആ ക്യാരക്ടറിനെ വിട്ട് ചിന്തിക്കണം. ക്യാരക്ടറിനെ നോക്കിക്കഴിഞ്ഞാൽ കട്ടപ്പയായിരിക്കും ഹോൾഡറായിട്ടുള്ള ആൾ. അപ്പം ക്യാരക്ടറിനെ വിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ വേണം ശ്രദ്ധ ചെലുത്താൻ. ഓക്കെ, ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ. ദിസ് ഈസ് സംതിങ് ഇൻട്രസ്റ്റിംഗ്. സിമ്പിളാണ്. ഒന്ന് ക്വസ്റ്റ്യൻ എഴുതിയെടുത്തിട്ട് ചെയ്ത് നോക്കൂ. സൈസ് കുറേ. ഓക്കെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഓക്കെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എന്താ ക്വസ്റ്റ്യൻ എന്ന് നോക്കൂ. ദ ടൈം ടേബിൾ ഓഫ് എ ക്ലാസ് വിത്ത് 5 പീരീഡ് ഈസ് സോ സെറ്റ്. അതായത് നമുക്ക് ഒരു ക്ലാസ്സിൻ്റെ ടൈം ടേബിളാണ് സെറ്റ് ചെയ്യേണ്ടത്. അതിൽ 5 പീരീഡ്സും വേണം. 1, 2, 3, 4 and 5. അപ്പോൾ ഇത്രയും പീരീഡ്സാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. ഇത്രയും പീരീഡ്സ് വെച്ചിട്ടൊരു ടൈം ടേബിളാണ് സെറ്റ് ചെയ്യേണ്ടത്. 4th പീരീഡ് ഈസ് ഓഫ് എ ലാംഗ്വേജ്. അപ്പോൾ ഇവിടെ കണ്ടീഷൻ പറയുന്നത് ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ വളരെ സിമ്പിളാണ്, കണ്ടീഷൻ ശ്രദ്ധിക്കാം. പറഞ്ഞേക്കുന്നത് നോക്ക്, 4th പീരീഡ് എന്താണെങ്കിലും ഒരു ലാംഗ്വേജ് ആയിരിക്കണം. അപ്പം ഞാൻ ഏതെങ്കിലും ഒരു ലാംഗ്വേജ്, ഇതിനും ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഓപ്ഷനിൽ കൊടുത്ത ലാംഗ്വേജ് മറാത്തി ആയിരുന്നു. അപ്പം മിസ്സ് മറാത്തി എന്ന് ഉദ്ദേശിക്കുവാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഏതാണോ അത് ഓപ്ഷൻസ് തരും കേട്ടോ, ABCന്ന്. മാത്സ് ഈസ് ജസ്റ്റ് ബിഫോർ ജോഗ്രഫി. രണ്ടാമത്തെ കണ്ടീഷൻ നോക്കിയേ, മാത്സ് എന്താണെങ്കിലും ജോഗ്രഫിക്ക് ജസ്റ്റ് മുന്നേ ആയിരിക്കണം. അപ്പം മാത്സ് കഴിഞ്ഞായിരിക്കണം, മാത്സ് കഴിഞ്ഞ് ഉടനെ ജോഗ്രഫി ആയിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. മാത്സ് ഈസ് ജസ്റ്റ് ബിഫോർ, ജോഗ്രഫിക്ക് മുന്നേ. ബിഫോർ എന്ന് വെച്ചാൽ മുന്നേ. ദ പീരീഡ് ഓഫ് സയൻസ് ഈസ്, അടുത്ത കണ്ടീഷൻ നോക്ക്. ഒരു കണ്ടീഷൻ 4th സബ്ജക്റ്റ് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ആയിരിക്കണം. ഓപ്ഷനിൽ മറാത്തി ആയതുകൊണ്ട് മിസ് മറാത്തി സെറ്റ് ചെയ്തു. ഇനി അടുത്തത് നോക്കൂ, ജോഗ്രഫിക്ക് തൊട്ട് മുമ്പ് മാത്സ് ആയിരിക്കണം. അടുത്ത നോക്കിയേ, ദ പീരീഡ് ഓഫ് സയൻസ് ഈസ് നോട്ട് ദ ഫസ്റ്റ് ഓർ ദ ലാസ്റ്റ്. സയൻസ് ഫസ്റ്റും വരാൻ പാടില്ല, ലാസ്റ്റും വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ സയൻസ് ഫസ്റ്റും വരാൻ പാടില്ല, ലാസ്റ്റും വരാൻ പാടില്ല. അപ്പോൾ ഈ സബ്ജക്റ്റ് ഏതൊക്കെ സബ്ജക്റ്റ് നമുക്ക് പറയാം? കുറച്ച് സബ്ജക്റ്റ് നോക്കിക്കോ. മാത്സ്, അതുപോലെ തന്നെ ഹിസ്റ്ററി, സയൻസ്, മറാത്തി, പിന്നെ ജോഗ്രഫി. ഇങ്ങനെയാണെന്ന് വെച്ചോ. അപ്പോൾ ഇതിൽ സെറ്റ് ചെയ്തേ ഒന്ന്. അപ്പോൾ ലാസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? സയൻസ് എന്ന് പറയുന്നത് ഫസ്റ്റും ലാസ്റ്റും വരാൻ പാടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോവാണെന്ന് വെച്ചാൽ, ഏതായാലും ഇത് മറാത്തി എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. ലാസ്റ്റും ഫസ്റ്റും ഏതായാലും എന്ത് വരാൻ പാടില്ല? സയൻസ് വരാൻ പാടില്ല. പക്ഷേ മാത്സ് ലാസ്റ്റ് കൊണ്ട് വെച്ചാൽ പറ്റത്തില്ല. കാരണം മാത്സ് കഴിഞ്ഞ ഉടനെ ജോഗ്രഫി ആവേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ഹിസ്റ്ററി ചേർത്തു, ഇവിടെ ഞാൻ മാത്സ് കഴിഞ്ഞ ഉടനെ ജോഗ്രഫി ചേർത്തു, ഇവിടെ സയൻസും ചേർത്തു. അപ്പോൾ ശരിയായോ? മാത്സ് കഴിഞ്ഞ ഉടനെ ജോഗ്രഫി വന്നു. സയൻസ് ഫസ്റ്റിനും ലാസ്റ്റിലും അല്ല വന്നിരിക്കുന്നത്. 4th ഒരു ലാംഗ്വേജ് ആണ് വന്നിരിക്കുന്നത്. 5th സയൻസ് അല്ല വന്നിരിക്കുന്നത്. ലാസ്റ്റ് സയൻസ് അല്ല വന്നിരിക്കുന്നത്, ഫസ്റ്റും സയൻസ് അല്ല വന്നിരിക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് മനസ്സിലായില്ലെങ്കിൽ ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിച്ച് നോക്കി സ്വയം ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത് നോക്കി, 2024 റീസെൻ്റ് ആയിട്ടുള്ള CSIRൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതാണ് മാത്സ്, ജോഗ്രഫി, സയൻസ്, മറാത്തി ആൻഡ് ഹിസ്റ്ററി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ ഫ്ലാറ്റ് ഈസ് ഷെയർഡ് ബൈ 4. അപ്പോൾ 4 പേരൊരു ഫ്ലാറ്റ് ഷെയർ ചെയ്യുവാണേ. 4 പേര് ഒരു ഫ്ലാറ്റ് ഷെയർ ചെയ്യുവാണ്. ബൈ 4 ഫസ്റ്റ് ഇയർ UG സ്റ്റുഡൻസ്. അപ്പം UG സ്റ്റുഡൻസ് ആണ്, 4 ഫസ്റ്റ് ഇയർ UG സ്റ്റുഡൻസ് ആണ് ഒരു ഫ്ലാറ്റ് ഷെയർ ചെയ്യുന്നത്. ദേ എഗ്രി ടു അലോ ദ നേരത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇല്ലേ, ബാഹുബലിയുടെ ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ. അവർ പറയാണ് ഓൾഡസ്റ്റ് ഓഫ് ദം ടു എൻജോയ്സ്. അതായത് ആ ഫ്ലാറ്റിലെ കുറച്ച് എക്സ്ട്രാ സ്പേസ് എന്ത് ചെയ്യാൻ പറ്റും, മുതിർന്ന ആൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് അവർ ആ ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ ആ 4 പേരൂടെ പറഞ്ഞു. അപ്പോൾ ഇതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതിൽ ആരാണ് ഓൾഡസ്റ്റ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കോളൂ, മനു. ആദ്യം മനുവിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. മനു എന്താണ്, 2 മാസം ഓൾഡറാണ് ആരെക്കാട്ടിലും? ശ്രാവനെക്കാട്ടിലും.
ക്വസ്റ്റ്യൻ വായിക്കാൻ പറ്റുന്നുണ്ടോ? മനു ഈസ് 2 months older than ശ്രാവൺ. ഇത് ശ്രാവൺ എന്നാണ് കേട്ടോ. ഓക്കെ, ശ്രാവൺ എന്നാണ്, എന്തെങ്കിലും പേരായിക്കോട്ടെ. ഇനിയും കണ്ടോ, ഹൂ ഈസ് 3 months യങ്ങർ ദാൻ ത്രിദീപ്. അപ്പോൾ ഹൂ എന്ന് പറഞ്ഞിരിക്കുന്ന ആരെയാണ്? ശ്രാവനാണ്. അപ്പോൾ ശ്രാവൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, അപ്പം മനു ഈസ് 2 months ഓൾഡർ എന്ന് വെച്ചാൽ മനു 2 months ഓൾഡർ ആണ് ശ്രാവനെക്കാട്ടിലും. പക്ഷേ ശ്രാവൻ എന്ന് പറയുന്നത് ത്രിദീപിനെക്കാട്ടിലും 3 മാസത്തിൽ പ്രായം കുറവുള്ള ആളാണ്. അങ്ങനെയാണെങ്കിൽ ഇനി പവൻ ഈസ് 1 month ഓൾഡർ ദാൻ ശ്രാവനെക്കാട്ടിലും. ഓക്കെ, ഇത് ഇച്ചിരി കൺഫ്യൂസിങ് ആവുന്നുണ്ടോ ഇങ്ങനെ എഴുതിയാൽ അല്ലേ? ഒന്നുകൂടെ നോക്കിക്കോളൂ. മനു എന്ന് പറയുന്നത് 2 മാസം ഓൾഡറാണ് ആരെക്കാട്ടിലും? ശ്രാവനെക്കാട്ടിലും. ഇനിയും ശ്രാവൻ എന്ന് പറയുന്നത്, അപ്പോൾ ഞാനിവിടെ ത്രിദീപ് കൊടുക്കാവേ, ത്രിദീപ്. അപ്പം 3 months യങ്ങറാണ് ശ്രാവൻ ആരെക്കാട്ടിലും? ത്രിദീപിനെക്കാട്ടിലും. പവൻ എന്ന് പറയുന്നത് ശ്രാവനെക്കാട്ടിലും 1 മാസത്തിൽ മാത്രം ഓൾഡർ. ഇത് ശരിക്കും പറഞ്ഞാൽ പവൻ ശ്രാവനെക്കാട്ടിൽ 1 മാസത്തിൽ ഓൾഡറാണ്, മനു 2 മാസത്തിൽ ഓൾഡറാണ്, ത്രിദീപ് 3 മാസത്തിൽ ഓൾഡറാണ്. നേരത്തെ നമ്മൾ ചെയ്ത ആ ബാഹുവിൻ്റെ ക്വസ്റ്റ്യൻ മനസ്സിലായെങ്കിൽ ഇത് സിമ്പിളായിട്ട് ചെയ്യാം. ഇങ്ങനെ എഴുതുമ്പോൾ എനിക്ക് കൺഫ്യൂഷൻ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഇതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ആരാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഓൾഡറായിട്ടുള്ളത്? ത്രിദീപാണ്. ഓക്കെ, അത് കഴിഞ്ഞു, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ത്രിദീപാണ് ഓൾഡറായിട്ടുള്ളത്. ഇനി അടുത്തത് നോക്കൂ. ഓക്കെ. ഇൻ എ ഗ്രൂപ്പ് ഓഫ് 6 persons ഓഫ് അൺഈക്വൽ ഹൈറ്റ്സ്, അതായത് 6 പേരുള്ളൊരു ഗ്രൂപ്പാണ്. അതിൽ ഡി ഈസ് ഷോർട്ടർ ദാൻ. ഓക്കെ, 6 പേരുള്ളൊരു ഗ്രൂപ്പാണ്. അതിൽ നോക്കിയേ, ഡി ഈസ് ഷോർട്ടർ ദാൻ എ. ഡി എന്ന് പറയുന്നത് ഷോർട്ടറാണ് ദാൻ എയെക്കാട്ടിലും ഷോർട്ടറാണ്. എയിനും സിയെക്കാട്ടിലും ഷോർട്ടറാണ്. പക്ഷേ ടോളറാണ് ആരെക്കാട്ടിലും? ഇയെക്കാട്ടിലും എഫിനെക്കാട്ടിലും ഡി എന്ന് പറയുന്നത് ടോളറാണ്. ഓക്കെ, ഇനെക്കാട്ടിലും എഫിനെക്കാട്ടിലും ടോളറാണ്. 2 persons ആർ ടോളർ ദാൻ ബി. ഇതിൽ ഏതൊക്കെയോ 2 persons എന്താണെങ്കിലും ബിയെക്കാട്ടിലും, ഇതിലാരൊക്കെയോ 2 persons ബിയെക്കാട്ടിലും ടോളറാണ്. ആൻഡ് 1 person, ഇതിലേതോ ഒരാൾ എന്താണ്? ഷോർട്ടർ ദാൻ ഇയെക്കാട്ടിലും ഷോർട്ടറാണ്. അങ്ങനെയാണെങ്കിൽ ഏത് കണ്ടീഷനാണ് ഇവിടെ വാലിഡ് അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കുക. ആദ്യം തന്നെ 6 persons ഉണ്ട്, 6 പേരുണ്ട്. ഡിയുടെ കാര്യം എന്താ പറയുന്നത്? ഡി എന്ന് പറയുന്നത് എയിനെയും സിനെയും കാട്ടിലും ഡിക്ക് നീളം കുറവാണ്. പക്ഷേ അപ്പോൾ എയും സിയെക്കാട്ടിലും, അപ്പം മിസ് ഷോർട്ടർ ലിസ്റ്റ് എഴുതുവാണെങ്കിൽ ഡി എഴുതി. ഇനി പക്ഷെ പറയുന്നുണ്ട് ബട്ട് ടോളർ ദാൻ ഇ ആൻഡ് എഫ്. അപ്പം ഇയും എഫും ആണ് കുറച്ച് ഷോർട്ടർ ഡിയെക്കാട്ടിലും. ഇനി 2 persons എന്ന് പറയുന്നത്, ഇതിൽ ആരെങ്കിലും 2 പേര് ബിയെക്കാട്ടിലും ടോളറാണെന്ന് വിചാരിക്കാം. 1 person ഇയെക്കാട്ടിലും ഷോർട്ടറുമാണ്. അങ്ങനെയാണെങ്കിൽ ഏതാണ് ഇവിടെ വാലിഡ് അല്ലാത്തത്? 1 person ഇയെക്കാട്ടിലും ഷോർട്ടറാണ്. അപ്പം ഇതിൽ വന്നേക്കുന്നത്, അപ്പം ഇതൊന്ന് ഇരുന്ന് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നെസസറി അല്ലാത്ത, വാലിഡ് അല്ലാത്തത് ഏത് ഓപ്ഷൻ ആയിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓപ്ഷൻസ്. എ ഈസ് ദ ടോളസ്റ്റ് ഓഫ് ഓൾ, അത് വാലിഡ് ആണോ? സി ഈസ് ടോളർ ദാൻ ബി, അതാണോ വാലിഡ്? എഫ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഓഫ് ഓൾ, ഇതാണോ വാലിഡ് അല്ലാത്തത്? ബി ഈസ് ടോളർ ദാൻ ഡി, അതോ ഇതാണോ വാലിഡ് അല്ലാത്തത്? അപ്പോൾ തന്നേക്കുന്ന കേസിൽ ഏതാണ് വാലിഡ് അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ,
ഓക്കെ ഇത് ഇതിൻ്റെ ഓപ്ഷൻ അല്ല കേട്ടോ, ഇത് 7th ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനാണ്, സോറി. അപ്പോൾ ഇവിടെ വാലിഡ് അല്ലാത്ത നെസസറി കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നോക്കൂ, എ ഈസ് ടോളസ്റ്റ് ഓഫ് ഓൾ എന്നുള്ളൊരു ഓപ്ഷനിൽ തന്നേക്കുന്നത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ അകത്ത് വാലിഡ് അല്ലാത്തത്. അതായത് എ ആണ് ബാക്കിയുള്ള ആൾക്കാരെക്കാട്ടിലും ടോളസ്റ്റ് എന്നുള്ള കണ്ടീഷനാണ് ശരിയല്ലാത്തത്. ഇത് ഇനിയൊന്ന് നോക്കിക്കേ, ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ എളുപ്പമായിരിക്കും. കാരണം എന്താണ്, എ എന്ന് പറയുന്നത് എ ഈസ് ദ ടോളസ്റ്റ് എന്നായിരുന്നു ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നത്. എ ഈസ് ദ ടോളസ്റ്റ് എന്നായിരുന്നു ഓപ്ഷൻ ഉണ്ടായിരുന്നത്. പക്ഷെ നമുക്കിവിടെ പറയാൻ പറ്റും ഡി ഷോർട്ടർ ദാൻ എ ആൻഡ് സി എന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഡി എന്ന് പറയുന്നത് എയിനെയും സിയിനെയും കാട്ടിലും ഷോർട്ടറാണ്. അപ്പോൾ ചിലപ്പോൾ എ ആയിരിക്കാം ടോളർ, അല്ലെങ്കിൽ സി ആയിരിക്കാം ടോളർ. ഏതാ ടോളറെന്ന് നമുക്കറിയത്തില്ല. എയും സിയും തമ്മിൽ ഒരു കമ്പാരിസൺ ക്വസ്റ്റ്യന് തന്നിട്ടുമില്ല. അപ്പം സി ആണോ ടോളസ്റ്റ് എ ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഓപ്ഷൻ ഇൻവാലിഡ് ആണ്. കാരണം സിയെ പറ്റി ഒന്നും പറയാത്ത പക്ഷം നമുക്കത് പറയാൻ പറ്റില്ല. അല്ലെ പറയണമായിരുന്നു എന്താണ്, എ ഈസ് ടോളസ്റ്റ് ദാൻ സി, അങ്ങനെ എല്ലാത്തിനെയും കുറിച്ച് പറഞ്ഞിരുന്നാൽ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുമായിരുന്നു. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് മാക്സിമം പറഞ്ഞു തരാൻ പറ്റുന്ന രീതിക്കാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ഒരു ഗ്രാഫാണ്. ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ എഴുതി നോക്കി. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണെടാ ഇത് എഴുതാൻ പറ്റുന്നത്. ചിലപ്പോൾ ചിലർക്ക് ഇങ്ങനെ നെയിം എഴുതി അതിന് കറസ്പോണ്ടിങ് വേറെ ഏതെങ്കിലും രീതിയിൽ ഫ്ലോ ചാർട്ട് വരച്ചായിരിക്കും മനസ്സിലാകുന്നത്. അപ്പോൾ ഞാൻ ഇന്ന ഫ്ലോ ചാർട്ടിൽ തന്നെ പഠിക്കണമെന്ന് ഒരിക്കലും പറയത്തില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഡിയ ആണ് ഇത് മനസ്സിലാക്കാനായിട്ട്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് എന്ത് കിട്ടിയാൽ മതി, ആൻസർ സെയിം ആയിട്ട് കിട്ടിയാൽ മതിയാകും. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. രമേശ് ഈസ് ടോളർ ദാൻ രാകേഷ്. ഓക്കെ, രമേശിനെ ഞാൻ രാമെന്ന് പറഞ്ഞു. സോ രമേശിൻ്റെ പ്രത്യേകത, രമേശ് ഭയങ്കര നീളമാണ്. രമേശിന് ആരെക്കാട്ടിലും രാകേഷിനെക്കാട്ടിലും അങ്ങ് നീളമാണ്. ബട്ട് നോട്ട് ടോളർ ദാൻ രൂപേഷ്. അപ്പം ഞാൻ ടോളസ്റ്റിൻ്റെ കണക്കങ്ങ് എഴുതി കഴിഞ്ഞാൽ രമേശ് ഈസ് ടോളർ ദാൻ രാകേഷ്. അപ്പോൾ രമേശ് വരും, ഇവിടെ വരും. രമേശ് രാകേഷിനെക്കാട്ടിലും ടോളറാണ്. അപ്പോൾ രാകേഷ് ഇവിടെ വരും. ബട്ട് നോട്ട് ടോളർ ദാൻ രൂപേഷ്. രമേശ് ഈസ് ടോളർ ദാൻ രാകേഷ്. അപ്പോൾ ഓക്കെ, അപ്പോൾ രൂപേഷ് മുകളിൽ വരും അല്ലേ? അപ്പോൾ കറക്റ്റായില്ലേ? രൂപേഷ്, രമേശ്, രാകേഷ്. പക്ഷേ ഇതാണ് രസം, സുരേഷിൻ്റെ ഒരു മിനിറ്റ്. ഓക്കെ, നോക്കിയേ, സുരേഷ് ഹൈറ്റ് ഈസ് ദ ആവറേജ് ഓഫ് ദ ഹൈറ്റ് ഓഫ് നരേഷ് ആൻഡ് രാജേഷ്. നരേഷ് ഇപ്പോൾ ഇവിടെ വന്നു എന്ന് ചിന്തിക്കേണ്ട. നരേഷ് എന്ന് പറയുന്ന ഒരാളുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. ഇവിടെ ക്ലൂ പറഞ്ഞിരിക്കുന്നത് സുരേഷിൻ്റെ ഹൈറ്റ് ഉണ്ടല്ലോ, സുരേഷിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താ പറയുക, ആവറേജ് ഓഫ് നരേഷും രാകേഷും. രാകേഷ് ഇവിടെ കിടക്കുന്ന ആളാണല്ലേ. അപ്പം മിസ്സ് പറയാണ് എളുപ്പം ഏതാ എടുക്കാൻ. ഓക്കെ, നരേഷിൻ്റെ ഹൈറ്റ് മിസ്സ് ഇപ്പോൾ 10 പറഞ്ഞു എന്ന് വെച്ചോ. രാജേഷിൻ്റെ ഹൈറ്റ് ഇപ്പോൾ മിസ്സ് 16 പറഞ്ഞു എന്ന് വെച്ചോ. അപ്പോൾ സുരേഷിൻ്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ നരേഷിൻ്റെ ഹൈറ്റും രാകേഷിൻ്റെ ഹൈറ്റിൻ്റെ ആവറേജ്. അപ്പോൾ ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 2 ആഡ് ചെയ്ത് by 2 ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ എളുപ്പത്തിന് നമുക്ക് 6 എന്ന് കൊടുക്കാം അല്ലേ. അതായത് ആരുടെയാണ്, രാജേഷിൻ്റെ ഹൈറ്റ് നമുക്ക് 6 എന്ന് കൊടുക്കാം. അപ്പോൾ 10 + 6 എന്ന് പറയുന്നത് 16/2 എന്ന് പറയുന്നത് 8. അപ്പോൾ സുരേഷിൻ്റെ ഹൈറ്റ് എത്ര എന്ന് കിട്ടി? 8 എന്ന് കിട്ടി. നിങ്ങളൊന്ന് നോക്കിക്കേ, നരേഷിൻ്റെ ഹൈറ്റ് 10 എന്നും രാജേഷിൻ്റെ ഹൈറ്റ് 6 എന്നും കൊടുത്തപ്പോൾ സുരേഷിൻ്റെ ഹൈറ്റ് 8 എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം ഈ 2 പേരുടെ ഹൈറ്റിൻ്റെ ഇടയിൽ ബിറ്റ്വീനിൽ വരും. അപ്പോൾ ഒരാളുടെ ഹൈറ്റ് കൂടുതലും അതിൻ്റെ നടുക്ക് സുരേഷിൻ്റെ ഹൈറ്റ്, അടുത്തത് വേറൊരാളുടെ ഹൈറ്റ് സുരേഷിനെക്കാട്ടും കുറഞ്ഞേ നിൽക്കത്തുള്ളൂ. ഓക്കെ, അത് മനസ്സിൽ വേണം. ഈ രാജേഷ് ഈസ് ടോളർ ദാൻ നരേഷ്. ഇനി ഓക്കെ, അപ്പം മിസ് നേരത്തെ എടുത്തില്ലേ, നരേഷിന് എത്രയോ എടുത്തില്ലേ? നരേഷിന് 10ഉം രാജേഷിന് 6 ആണെന്ന് എടുത്തത്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ഇഫ് രാജേഷ് നരേഷിനെക്കാട്ടിലും ടോളർ ആണെങ്കിൽ, അപ്പം ഇതിന് 10ഉം നരേഷിന് 6ഉമായിട്ട് എടുത്താൽ മതി. ദെൻ ഹൂ ഈസ് ദ ഷോർട്ടസ്റ്റ് എമംഗ് ദ, അങ്ങനെയാണെങ്കിൽ ഇവരിൽ ഷോർട്ടസ്റ്റ് ആരായിരിക്കും? അപ്പോൾ ഒന്നും കൂടെ ഒന്ന് എഴുതിക്കേ, രമേശ് ഈസ് ടോളർ ദാൻ രാജേഷ്. അപ്പോൾ രമേശ് രാജേഷിനെക്കാട്ടിലും ടോളറാണ്. ബട്ട് നോട്ട് ടോളർ. അപ്പോൾ രൂപേഷ് മണ്ടയ്ക്ക് വന്നു. ഇനിയും സുരേഷ് എന്ന് പറയുന്ന ഹൈറ്റ് ഈസ് ദ ആവറേജ്. ഇനി രാജേഷിൻ്റെ ആണ് ടോളസ്റ്റ് ദാൻ നരേഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാജേഷ് ഓൾറെഡി ഉണ്ട്.
ഓക്കെ, അത് കഴിഞ്ഞ് നടുക്ക് സുരേഷ് അല്ലേ വരുന്നത്, പിന്നല്ലേ നരേഷ് വരുന്നത്. കാരണം ഇവരുടെ രണ്ടിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ അതിന് ബിറ്റ്വീൻ ഒരു വാല്യൂ ആണ് സുരേഷ്. പക്ഷേ രാജേഷിനെക്കാട്ടിലും ഹൈറ്റ് കുറവ് നരേഷിനെന്ന് ഇഫ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ഇവരിൽ ആരായിരിക്കും? നരേഷ് ആയിരിക്കും. മനസ്സിലായോ? ഇത് ഞാൻ കൺഫ്യൂസ് ആക്കുവാണോ എന്ന് എനിക്കറിയില്ല. വേറൊരു രീതിയിലും ഇത് പറഞ്ഞ് ബലിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഓരോ സ്റ്റെപ്പും പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുമായിരിക്കും. അപ്പം ഞാൻ എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിച്ചാൽ ചിലവർക്ക് ആർക്കെങ്കിലുമൊക്കെ കിട്ടുന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ നമുക്ക് തന്നെ പഠിക്കാൻ എളുപ്പത്തിന്. ഇത് നോക്കി, ഇത് ഫെബ്രുവരി 2025 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നരേഷാണ് ഉത്തരം. ഓക്കെ, ഇനിയും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇച്ചിരി കുഴപ്പിക്കണ ടൈപ്പ് അല്ലേ. സെയിം ക്വസ്റ്റ്യൻ ആണോ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കൂ. എമംഗ് ABCDE ആൻഡ് F, ABCDEF എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതിൽ എന്താ പറഞ്ഞേക്കണേ? D ഈസ് ദ ടോളർ. D എന്ന് പറയുന്നത് ടോളറാണ് ദാൻ B. അപ്പോൾ D എന്ന് പറയുന്നത് ബിയെക്കാട്ടിലും ടോളറാണ്. ബട്ട് ഷോർട്ടർ ദാൻ, പക്ഷെ ഭയങ്കര നീളം കുറവാണ്. ആരെക്കാട്ടിലും? എഫിനെക്കാട്ടിലും നീളം കുറവാണ്. ഇനി നോക്കൂ, ഇത് ദാൻ എന്നാണ് കേട്ടോ, ദാൻ. ഓക്കെ, ഇനി നോക്കൂ, E ഈസ് ടോളർ ദാൻ B. ഇയുടെ കാര്യമാണ്. ഇ എന്ന് പറയുന്നത് ബിയെക്കാട്ടിലും ടോളറാണ്, പക്ഷേ സിയെക്കാട്ടിലും അങ്ങ് ഷോർട്ടറാണ്. B ഈസ് നോട്ട് ദ ഷോർട്ടസ്റ്റ് ഓഫ് ഓൾ. ഇവരിൽ എല്ലാവരെയും വെച്ച് നോക്കുമ്പോൾ B അല്ല ഷോർട്ടസ്റ്റ്. ആരൊക്കെയുണ്ട്? A, B, C, D, E, F, ഇത്രയും പേരുണ്ട്. ഇതിൽ D ഏതായാലും ബിയെക്കാട്ടിലും വലുതാണ്, പക്ഷേ എഫിൻ്റെ അത്രയും വലുതല്ല, എഫിനെക്കാട്ടിലും ഷോർട്ടറാണ്. ഇ എന്താണെങ്കിലും ബിയെക്കാട്ടിലും വലുതാണ്, പക്ഷേ സിയിനെക്കാട്ടിലും ഷോർട്ടറാണ്. പക്ഷെ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കണ്ടോ? B ഈസ് നോട്ട് ദ ഷോർട്ടസ്റ്റ് ഓഫ് ഓൾ. ഇവരെല്ലാവരെയും വെച്ച് നോക്കുമ്പം B എന്താണെങ്കിലും ഷോർട്ടസ്റ്റ് അല്ല, എല്ലാവരെക്കാട്ടിലും ഷോർട്ടസ്റ്റ് അല്ല. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുമുണ്ട് D എന്ന് പറയുന്നത് ബിയെക്കാട്ടിലും നീളമുണ്ട്, പക്ഷേ D എന്ന് പറയുന്ന എഫിനെക്കാട്ടിലും നീളം കുറവാണ്, അപ്പോൾ എഫിന് നീളമുണ്ട്. ഇയുടെ കേസ് നോക്കൂ, ബിയെക്കാട്ടിലും നീളമുണ്ട്, പക്ഷേ സിയുടെ അത്രയും നീളമില്ല, അപ്പോൾ സിയും എന്താണ്? ടോളസ്റ്റാ. ഡിയും ടോളസ്റ്റാ, ഇയും ടോളസ്റ്റാ അല്ലേ? ഇ എന്ന് പറയുന്നത് ടോളസ്റ്റാ. പക്ഷേ അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ ബി എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് അല്ലെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ദെൻ എ ഈസ്, എ അപ്പോൾ എന്തായിരിക്കും? ഷോർട്ടസ്റ്റ്. ഇവരെക്കാട്ടിലും എല്ലാം ഷോർട്ടസ്റ്റ്. കാരണം ബി എന്ന് പറയുന്നത് ഈ കണ്ടീഷനിൽ ബി ഏതായാലും ഷോർട്ടസ്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരെക്കാട്ടിലും. അങ്ങനെയാണ് എ ആയിരിക്കും ഷോർട്ടസ്റ്റ്. സിമ്പിൾ അല്ലായിരുന്നോ? ജൂൺ 2024 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മിസ്സിങ് ആണോ? ഓക്കെ, നോക്കാം. ഇത് നോക്കിയേ, ഇതും ഇതുപോലെ തന്നെയാണ്. രണ്ട് കാര്യങ്ങൾ ഇത്രയും നേരം നമ്മൾ ഷോർട്ടസ്റ്റ്, ടോളസ്റ്റ് അങ്ങനെയാണ്. ഇവിടെ രണ്ട് കൺസെപ്റ്റുകൾ നമ്മൾ ചെയ്യാൻ പറയുന്നുണ്ട്. അതായത് നീളം, ഹൈറ്റും പറയുന്നുണ്ട്, സ്മാർട്ടസ്റ്റ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റും ഉണ്ട്. നോക്കൂ, എമംഗ് A, B, C, D ഇത്രയും പേരുണ്ട്. അതിൽ മിസ് ഇവിടെ നോക്കട്ടെ, ഹൈറ്റ് എന്ന് പറഞ്ഞ് എഴുതുക കേട്ടോ. ഹൈറ്റ്, ഇവിടെ സ്മാർട്ട്നെസ് വെച്ചിട്ട് ഉള്ളവർ നോക്കൂ. C ഈസ് ഷോർട്ടർ ദാൻ, ഒരു മിനിറ്റ്, ഓക്കെ, C ഈസ് ഷോർട്ടർ ദാൻ D. സിയെ ഡിയെക്കാട്ടിലും നീളം കുറവാണ്, അപ്പോൾ ഹൈറ്റ് കൂടുതൽ D ആണ്. ഇത് കൂടി പോകുന്നത് വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത് D. അത് കഴിഞ്ഞ് C. ബട്ട് സ്മാർട്ടർ ദാൻ D, അതായത് C എന്ന് പറയുന്ന ഡിയെക്കാട്ടിലും സ്മാർട്ടറാണ്. ഇതും കൂടുന്നത് വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. C ഡിയെക്കാട്ടിലും സ്മാർട്ടറാണ്. B ഈസ് ടോളർ ദാൻ D, ഡിയെക്കാട്ടിലും ടോളറാണ് B. അപ്പോൾ ബിയുടെ ഹൈറ്റ് ഇവിടെ വരും. ബട്ട് നോട്ട് സ്മാർട്ടർ, പക്ഷേ B എന്ന് പറയുന്ന ഡിയുടെ അത്രയും സ്മാർട്ടർ അല്ല, അപ്പോൾ B താഴെ വരും അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ബട്ട് നോട്ട് സ്മാർട്ടർ ദാൻ D. A ഈസ് നോട്ട് ടോളർ ദാൻ C. A എന്ന് പറയുന്നത് സിയെക്കാട്ടിലും ടോളർ അല്ല, ബട്ട് സ്മാർട്ടർ ദാൻ C. പക്ഷേ സിയെക്കാട്ടിലും സ്മാർട്ടറാണ്, ബട്ട് സ്മാർട്ടർ ദാൻ C. ദെൻ എമംഗ്, അപ്പം
ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ, ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നിന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ, എന്തൊക്കെ ഓപ്ഷൻസ് എന്തൊക്കെ വരാനായിരിക്കും ചാൻസ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ്. ഹൈറ്റ് കുറവുള്ള ആരാ ഇതിൻ്റെ അകത്ത്? എ ആണ് ഹൈറ്റ് കുറവുള്ളത്. ഹൈറ്റ് കൂടുതലുള്ളത് ബി ആണ്. ഏറ്റവും സ്മാർട്ടായിട്ടുള്ളത് എ ആണ്. സ്മാർട്ട് അല്ലാത്തത് ബി ആണ്. അപ്പോൾ ഓപ്ഷൻ ചോദിച്ചേക്കുന്നത് പല ഓപ്ഷൻസ് ഉണ്ട്, അതിലൊരു ഓപ്ഷനാണ് എ ആണ് ഇതിൽ ഷോർട്ടസ്റ്റ്, ബി ആണ് ലീസ്റ്റ് സ്മാർട്ട്. അപ്പോൾ ഈ ഓപ്ഷനിലാണ് എടുത്തേക്കുന്നത്. കാരണം ഈ ഓപ്ഷനാണ് അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയേക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഓപ്ഷനിൽ ബി ഹൈറ്റ് കൂടുതലും എ സ്മാർട്ടായിട്ടുള്ളത്, അങ്ങനെയും ചോദിക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് ചിലപ്പോൾ എന്താ പറയുക, ചിലപ്പോൾ തെറ്റാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ ഇൻ എ റേസ്, അതായത് ഒരു റേസ് നടക്കുവാണ്. റേസ് അറിയാമല്ലോ, 5 ഡ്രൈവേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഒരു റേസ് നടക്കുവാണ്, 5 ഡ്രൈവേഴ്സ് ഉണ്ട്. വേർ ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻ എം വാസ് ഫോളോയിങ് വി. വളരെ ശ്രദ്ധിക്കണം, എം വാസ് ഫോളോയിങ് വി എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ എന്താണ്, എം വിനെ ഫോളോ, റേസാണ്, അതായത് മുമ്പിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കും അല്ലേ, മുമ്പിലേക്കല്ലേ റേസ് പോകുന്നത്. അപ്പോൾ എം വിനെ ഫോളോ ചെയ്യുകയാണെന്ന് വെച്ചാൽ വി ആണ് മുമ്പിൽ, എം പുറകെ. ഓക്കെ, ഇനി നോക്കൂ അടുത്തത് എന്താ പറഞ്ഞേക്കുന്നത്. ആർ വാസ് ജസ്റ്റ് എഹെഡ് ഓഫ് ടി. ആറെന്ന് പറയുന്നത് ടിക്ക് ജസ്റ്റ് മുന്നേ, അതായത് ടി ഇവിടെ ആണെങ്കിൽ ആറാണ് കുറച്ച് മുന്നേ. എഹെഡ് എന്ന് വെച്ചാൽ മുന്നേ. ആൻഡ് കെ വാസ് ദ ഒൺലി വൺ ബിറ്റ്വീൻ ടി ആൻഡ് വി. ടിക്കും വിക്കും ഇടയിൽ ആകെ കെ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഹു വാസ് ഇൻ ദ സെക്കൻഡ് പ്ലേസ്, ഇവിടെ വരാൻ പോകുന്നൊരു ഇത് വി എന്ന് എഴുതരുത്. ഹു വാസ് ഇൻ ദ സെക്കൻഡ് പ്ലേസ് എന്ന് വെച്ചാൽ ഇതൊരു റേസ് ആണ്. അപ്പോൾ റേസിൽ സെക്കൻഡ് പൊസിഷൻ ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ദാറ്റ് ഈസ് ടി ആണത്. ചിലപ്പോൾ കൺഫ്യൂഷൻ കാണത്തില്ല, ചിലപ്പോൾ കൺഫ്യൂഷൻ കാണും. അപ്പം ക്വസ്റ്റ്യൻ നന്നായി, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പോൾ റേസാണ് 5. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കോ. നോക്ക്. The university needs to appoint a new vice chancellor which will be based on seniority. അപ്പോൾ സീനിയോറിറ്റിയുടെ ബേസിൽ യൂണിവേഴ്സിറ്റിക്ക് ഒരു പുതിയ വൈസ് ചാൻസലറിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ സീനിയോറിറ്റി, അപ്പം ആരാണോ ഇവരിൽ ഏറ്റവും സീനിയർ അവർക്കാണ് ആ വൈസ് ചാൻസലറിൻ്റെ പോസ്റ്റിലേക്ക് പോകാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം, കണ്ടീഷൻസ് നോക്കാം. മിസ്റ്റർ വെസ്റ്റ് ഈസ് ലെസ് സീനിയർ ടു മിസ്റ്റർ നോർത്ത്. അതിൻ്റെ അർത്ഥം നോർത്താണ് വെസ്റ്റിനെക്കാട്ടിലും എന്താണെങ്കിലും സീനിയോറിറ്റി കൂടുതൽ. ഇത് സീനിയോറിറ്റി ലിസ്റ്റാണ്, ഇൻക്രീസിങ് ഓർഡറിലാണ്. ഇനി ടു മിസ്റ്റർ നോർത്ത്, ബട്ട് മോർ സീനിയർ ടു ഈസ്റ്റ്. ബട്ട് മോർ സീനിയർ ടു ഈസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആരുടെ കാര്യമാണ്? വെസ്റ്റിൻ്റെ കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബട്ട് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ അറിയാം, മിസ്റ്റർ വെസ്റ്റ് ഈസ് ലെസ് സീനിയർ ടു മിസ്റ്റർ നോർത്ത് ബട്ട് മോർ സീനിയർ ടു ഈസ്റ്റ്. ഈസ്റ്റിനെക്കാട്ടിലും സീനിയറാണ്. അപ്പോൾ ഇവിടെ ഈസ്റ്റ് വരും അല്ലേ, ഇവിടെ ഈസ്റ്റ് വരും. അപ്പം ഞാൻ ക്ലൂ പറയാൻ വന്നത് കണ്ട് ഇവിടെ കണ്ടോ. നമുക്കപ്പം ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ സംശയം തോന്നും, ബട്ടെന്ന് പറഞ്ഞതുകൊണ്ട് നോർത്തിനെ കുറിച്ചാണോ വെസ്റ്റിനെ കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഡൗട്ട് വരാൻ ചാൻസ് കുറവാണ്. എങ്ങാനും വന്നാൽ ഓർത്തോണം, ഇതൊരു ടിപ്പാണേ, ടിപ്പ് ഓഫ് ദി ഡേ എന്നൊക്കെ പറയുന്ന പോലെ ടിപ്പ് പറയാം. ക്വസ്റ്റ്യനിൽ ബട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഫസ്റ്റ് പേഴ്സണെ കുറിച്ചാണ്. നോക്കിക്കോ, വെസ്റ്റും ഉണ്ട് നോർത്തും ഉണ്ട്. ക്വസ്റ്റ്യൻ ബട്ടെന്ന് വന്നു, ബട്ട് മോർ സീനിയർ എന്ന് വെച്ചാൽ ബട്ട് മീൻസ് ഇവരിൽ ആദ്യത്തെ ആൾ ആരാണോ അവർ. അപ്പോൾ വെസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും ഹൂ എന്നാണെന്ന് വെച്ചോ, ഹൂ എന്നാണെങ്കിൽ രണ്ടാമത്തെ ആളെക്കുറിച്ചായിരിക്കും പറഞ്ഞത്. അത് നേരത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ ഹൂ അപ്പോൾ സെക്കൻഡ് ആളെക്കുറിച്ചാണ്. ഇനി ആൻഡ് എന്നാണെങ്കിലും ഫസ്റ്റ് ആളെക്കുറിച്ചാണ്. അപ്പോൾ ബട്ടും ആൻഡും ഫസ്റ്റ് ആളെക്കുറിച്ചാണ് കേട്ടോ.
അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ ബട്ട് ആയതുകൊണ്ട് വെസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സീനിയോറിറ്റി ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാൻ പോവാണ് നോർത്ത് വെസ്റ്റ്. ബട്ട് മോർ സീനിയർ ടു ഈസ്റ്റ്. ഈസ്റ്റിനെക്കാട്ടിലും എന്താണെങ്കിലും സീനിയർ ആണ് വെസ്റ്റ്. സൗത്ത് ഈസ് സീനിയർ ടു വെസ്റ്റ്. വെസ്റ്റിനേക്കാളിലും സീനിയർ ആണ് സൗത്ത്. ബട്ട് ജൂനിയർ ടു നോർത്ത്. പക്ഷേ നോർത്തിന് ജൂനിയർ ആണ്. ഓക്കെ, ബട്ട് ജൂനിയർ ടു നോർത്ത്. അപ്പോൾ നോർത്തിനെക്കാട്ടിലും ജൂനിയർ ആണ്, പക്ഷേ വെസ്റ്റിനെക്കാട്ടിലും സീനിയോറിറ്റി കൂടുതലാണ്. ഇഫ് ദ സീനിയർ മോസ്റ്റ് ഡിക്ലൈൻസ് അസൈൻമെൻറ്റ്. അപ്പോൾ ഇതിൽ ഏറ്റവും സീനിയർ ആരാടാ? ഇവരിൽ സീനിയർ ആരാ? നോർത്താണ്. പക്ഷേ ക്വസ്റ്റ്യനിൽ ട്വിസ്റ്റ് ഉണ്ട്. ഓപ്ഷൻ നോർത്ത് എന്നും കാണും, പക്ഷേ ട്വിസ്റ്റ് നോക്ക്. ഇഫ് ദ സീനിയർ മോസ്റ്റ് ഡിക്ലൈൻ ദ അസൈൻമെൻറ്റ്. അതായത് സീനിയർ ഈ അസൈൻമെൻറ്റ് ഡിക്ലൈൻ ചെയ്യും, അതായത് എനിക്ക് ചാൻസലർ ആവണ്ട എന്നുള്ളത് ഡിക്ലൈൻ ചെയ്താൽ ഹൂ വിൽ ബി ദ ന്യൂ വൈസ് ചാൻസലർ ഓഫ് ദി യൂണിവേഴ്സിറ്റി? ആരായിരിക്കും? സൗത്ത് ആയിരിക്കും. കാരണം നോർത്തിന് വേണ്ടാന്ന് പറഞ്ഞു. നോർത്താണ് ഏറ്റവും വലിയ സീനിയർ, പക്ഷെ നോർത്തിന് വേണ്ടാന്ന് പറഞ്ഞ് ഡിക്ലൈൻ ചെയ്തു. ഇഫ് ദ സീനിയർ മോസ്റ്റ് ഡിക്ലൈൻ ചെയ്യുവാണെങ്കിൽ ആരായിരിക്കും അടുത്തത്? സൗത്ത് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് ഓർഡറിങ്ങിൻ്റെയും കൂടെ ചെയ്യാനുണ്ട്. ഓർഡറിങ്, അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട്. ഓർഡറിങ് അത്ര ചോദിച്ച് കണ്ടിട്ടില്ല. ഓർഡറിങ് അല്ലെങ്കിൽ പൊസിഷൻസ് എന്ന് പറഞ്ഞിട്ട് അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചത് കണ്ടിട്ടില്ല. പക്ഷെ ചോദിക്കുവാണെങ്കിൽ അതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത പാർട്ടായിട്ട് നമുക്ക് പാർട്ട് 3, 4 ഒക്കെ ആയിട്ട് കാണാം. ഓക്കെ.